നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 2026 ജീവിതത്തിലെ നിർണായക മാസങ്ങളിൽ ഒന്നായേക്കാം ചിങ്ങം രാശിക്കാർക്ക്. ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, ആദ്യകാല്. ശനി വക്രഗതിയിലായിരിക്കുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹ ദൃഷ്ടി നിങ്ങളെ സംരക്ഷിക്കുമോ? സൂര്യൻ കേതു യോജിപ്പ് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? 11ാം ഭാവത്തിലെ ചൊവ്വ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമോ? അതേസമയം നീച സ്ഥിതിയിലുള്ള ശുക്രൻ ഏത് കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യപ്പെടുന്നു? അതോടൊപ്പം ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി അറിയാം. അതുകൊണ്ട് അവസാനം വരെ കാണാൻ മറക്കല്ലേ. ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുടെ സൂചനകൾ കാണാം. കുറച്ചു കാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകാം. ചിലർക്ക് പുതിയ ജോലി, ചിലർക്ക് ബിസിനസ് വികസനം, ചിലർക്ക് സാമ്പത്തിക പുരോഗതിയുടെ തുടക്കം എന്നിവ അനുഭവപ്പെടാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശനി വക്രഗതിയിലുള്ള സമയമായതിനാൽ എല്ലാ നേട്ടങ്ങളും ക്ഷമയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിരിക്കും. ശനി നിങ്ങളെ പരീക്ഷിക്കും, എന്നാൽ അതോടൊപ്പം വളർത്തുകയും ചെയ്യും. പഴയ കടങ്ങൾ തീർക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാം. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വരാനിടയുണ്ട്. വൈകിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാഹചര്യമുണ്ടാകാം. നിയമപരമായ വിഷയങ്ങളിൽ ക്ഷമ ആവശ്യമായിട്ടുണ്ട്. ഈ സമയത്ത് ചെയ്യുന്ന സത്യസന്ധമായ പരിശ്രമം ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് അടിത്തറയൊരുക്കും. ഈ മാസത്തിലെ ഏറ്റവും ശക്തമായ അനുഗ്രഹമാണ് ഗുരുവിൻ്റെ ദൃഷ്ടി. ഇത് കാരണം തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ, സാമ്പത്തിക നിലയിൽ പുരോഗതി, കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കാൻ സാധ്യത, വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഒക്കെ ഉണ്ടാകാം. ഓഗസ്റ്റ് 17 സൂര്യൻ കേതു സ്വാധീനം. ഈ യോജിപ്പ് ചിലപ്പോൾ അഹങ്കാരം, തെറ്റിദ്ധാരണ, ആശയവിനിമയത്തിലെ പിഴവ് എന്നിവയ്ക്ക് കാരണമാകാം. അതുകൊണ്ട് കോപമൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ അനാവശ്യ തർക്കങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഓഫീസിൽ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. 11ാം ഭാവത്തിലെ ചൊവ്വ. ഇതാണ് ഈ മാസത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന്. ഇതിലൂടെ ലഭിക്കാവുന്ന ഗുണങ്ങൾ: വരുമാനം വർദ്ധിക്കാം, പുതിയ ബിസിനസ് ബന്ധങ്ങൾ ലഭിക്കാം, സുഹൃത്തുക്കളുടെ സഹായങ്ങളൊക്കെ ലഭിക്കാം, ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാനുള്ള വേഗത കൂടുന്നതായിരിക്കും. മത്സര പരീക്ഷകളിൽ വിജയ സാധ്യത ഉയരും. ദീർഘകാല ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള സാധ്യതകളുണ്ട്. ശുക്രൻ നീച സ്ഥിതിയിലാണ്. അതിനാൽ തന്നെ അനാവശ്യ ചെലവുകളൊക്കെ വർദ്ധിക്കാം. ആഡംബര ചിലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. വാഹനവും വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. തൊഴിൽ നോക്കിയാൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകളൊക്കെ ലഭിക്കാം. സ്വകാര്യ മേഖലയിലുള്ളവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കും. ഇനി സാമ്പത്തികം നോക്കിയാൽ ഈ മാസം വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. എന്നാൽ ചിലവ് നിയന്ത്രിച്ചാൽ മാത്രമേ സമ്പാദ്യം വർദ്ധിക്കൂ. അടുത്തത് കുടുംബവും ദാമ്പത്യവും. മാതാപിതാക്കളുടെ അനുഗ്രഹമൊക്കെ ലഭിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ചില വാർത്തകളൊക്കെ കേൾക്കാം. ജീവിത പങ്കാളിയുമായി തുറന്ന ആശയവിനിമയം ബന്ധം കൂടുതൽ ശക്തമാക്കും. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്തത് ആരോഗ്യം. ഉറക്കം കൃത്യമായി പാലിക്കുക. അമിത സമ്മർദ്ദം ഒഴിവാക്കുക. ഭക്ഷണക്രമമൊക്കെ ശ്രദ്ധിക്കുക. ഇനി ദോഷപരിഹാരങ്ങൾ, വഴിപാടുകളും ഇവയാണ്. ശനിയാഴ്ച ശനീശ്വര പ്രാർത്ഥന നടത്തുക. വ്യാഴാഴ്ച ഗുരുവിന് മഞ്ഞപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദിവസവും സൂര്യ നമസ്കാരം അല്ലെങ്കിൽ ആദിത്യ ഹൃദയം ജപിക്കുന്നത് നല്ലതാണെന്നുള്ള വിശ്വാസം കൂടിയുണ്ട്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വിഘ്ന നിവാരണത്തിന് പ്രാർത്ഥിക്കുക. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം.
വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.